വണ്ടി വേഗം എടുക്കടാ. ആരടാ ഇവൻ? തീർക്കണം അവന്. ഇറങ്ങി ചെല്ലടാ. ഇനിയിപ്പോ എന്താ ആവശ്യത്തിന് വണ്ടി വല്ല ഐഡിയ ഉണ്ടോ അവനെ കൊണ്ട് പോയെന്ന്? നീ ഒറ്റ നിന്നെ പറഞ്ഞു. എക്സ്ക്യൂസ് മീ, പേഷ്യന്റ് എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തണം. ബില്ലടക്കണം. അയ്യോ, എന്റെ ഈ കാശ് അർജന്റായി 50,000 രൂപയെങ്കിലും അടയ്ക്കണം, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, സർജറി നടക്കട്ടെ, ഞാൻ പൈസ എത്തിക്കാം. ഐ എം വെരി സോറി, ഞാൻ ഹെൽപ്ലെസ് ആണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ GM-നോട് ചോദിക്കണം. അല്ല സിസ്റ്റർ, ഞാനത് സർ, പേഷ്യന്റിന്റെ നില ക്രിട്ടിക്കലാ. ക്യാഷ് അടയ്ക്കാതെ അവരിവിടെ ഒന്നും ചെയ്യില്ല. സാറ് ചെന്ന് ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. അവിടെയോ? ശരി, ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, മാനേജ്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ. അവിടെ എത്തും മുമ്പ് അവൻ ചത്തുപോയാൽ നിങ്ങളുടെ മാനേജ്മെന്റ് വന്ന് ജീവൻ കൊടുക്കോ? അവരാരാ ജീവൻ കൊടുക്കുന്ന? ദൈവമോ അതോ കാലനോ? കാശടയ്ക്ക് അതൊന്നും നടക്കില്ല. മേഴ്സി ഹോസ്പിറ്റലാണ്. ഈ ലോകത്ത് നന്മ എന്നൊന്നുണ്ടെങ്കിലേ അതിന്റെ അവസാന വാക്ക് നിങ്ങൾ ആ ക്യാഷ് ഷോൾഡറിൽ കിടക്കുന്ന ചെറുപ്പക്കാരനാ. ഒരു മനുഷ്യ ജീവന്റെ വില വെച്ച് നിങ്ങൾ ഈ പേശുന്നത് കണ്ട് ഇവരാരും പ്രതികരിക്കില്ലെന്ന് വിചാരിച്ചോ? സാറേ, ഇത് കേരളമാ, പോരാതൊരു കൊച്ചി. എന്താ പ്രശ്നം? എന്താണ്? കുറെ നേരമായാലും നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ചോദിക്കാൻ അങ്ങോട്ട്. എന്താ പറ്റിയത്? അയ്യോ, ഏതോ ഒറ്റം ചെങ്ങല വലിച്ചിട്ട് ഇറങ്ങി ഓടി. തനിക്ക് ആയുസ് കുറച്ചുകൂടി ബാക്കിയുണ്ടോ? പേരിലെ എന്റെ പട്ടി ഫൈൻ എടുക്കും. ഈ ലോകത്ത് സത്യനീതി ഉണ്ടെന്ന് ഈ ഇരിക്കുന്നവരോട് ചോദിച്ചു നോക്കും.
പലരും മാറ്. എന്താ വണ്ടി തന്നെ ട്രെയിൻ നിന്നോ? ഞാൻ ചങ്ങല വിളിച്ചിട്ട് താൻ തന്നെ തൂക്കിക്കൂലോ? മാറിക്കണം. ഇവനെന്താ പ്രാന്ത? ഓരോരുത്തന്മാരും മനുഷ്യന് പ്രാന്ത് പിടിക്കാൻ കയറി വരും. അയ്യോ ഇതാരാ? അങ്ങനെ ഭൂമി കുലുക്കങ്ങളൊക്കെ അവസാനിച്ചു. ഇന്ന് നമ്മുടെ ഗോപികൃഷ്ണൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുന്നു. നാളെ അവൻ നാട്ടിലേക്ക് തിരിക്കും. യാത്രയാക്കാൻ ഞാനും ഉണ്ടാകും കൂടെ. നാട്ടിലെ തലകർച്ച പെണ്ണിന് ഏതോ ഒരു അലവലാതിയുടെ കൂടെ ഒളിച്ചോടാൻ തോന്നുന്നത് എൻ്റെ ഭാഗ്യം. അവിടെ അച്ഛൻ എനിക്ക് വേണ്ടി നല്ലൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അച്ഛനോട് സമാധാനമായിട്ട് കഴിയണം. കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടൂടാ, അല്ലാതെ എവിടെ പോനാ? ഭയങ്കര ബ്ലോക്കാണല്ലോ. മൗനജാതയാണെന്ന് തോന്നുന്നു. ചേട്ടാ എന്തായിട്ടാ അത്? അതെ, പീഡന കേസിലെ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോവാ. ആണോ? സാമടാ എവിടെ? സാമല്ലേ? അതെ അതെ അതെ. എടാ സാം, ഓണ പോക്കണ്ടില്ലേ തെണ്ടി. എടാ കൊടുത്ത കൊല്ലത്ത് മാത്രല്ല കൊച്ചിയിലും കിട്ടുന്ന മനസ്സിലായിട്ട കള്ള മോൻ. അന്ന് അവന് 2 എണ്ണം കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട് എനിക്ക്. നീ എന്തിനാ വിഷമിക്കുന്നത്? അവന് ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടൂലേ? എടാ നമ്മുടെ സാമിലടാ. ആ എന്നാ നീയും കൂടെ പോയി അണിയേരടാ. ചെല്ലടാ, സഹായിക്കടാ. ചെല്ലേ. വന്നപ്പോ കാലിയായിരുന്നല്ലേ? എന്താ ആടാ നിന്റെ ഒരു ഉണക്ക ചെട്ടിയും പിന്നെ കുറെ പാട്ട വാട്ടർ ക്യാൻസും അച്ഛനൊന്നും ഞാൻ പറയുന്നില്ല. പെട്ടെന്ന് എത്തിക്കോളാം. ഈ ഉത്സവത്തിന് നമുക്കൊന്ന് കൂടണം. എടാ പെഗ്ഗില് 3ാമത്തെ ഐസ് വീഴുന്നതിന് മുമ്പ് ഞാനിവിടെ എത്തി. ഓ 4 നീ എന്ത് ചെയ്യും? ആ ഉത്സവം പൊടിക്കണ്ടാ. അച്ഛൻ വരുന്നില്ലല്ലോ? ഇല്ല ഇല്ല, ഞാനും എന്റെ കൂടെ ഇല്ല. ആ ശരിയപ്പോ. അപ്പൊ ശരി അച്ഛാ. അച്ഛനായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാ ആ അത് അത്രേ ഉള്ളൂ. അച്ഛൻ എന്റെ കൂടെ വരാൻ പേടിയുണ്ടല്ലേ? അയ്യോ നോക്കി ഇറങ്ങി നോക്കി ഇറങ്ങി. ഓക്കെ, അച്ഛാ, ശരി, വിളിച്ചു. ശരി, വരാം, വരാം. bless you. ബാബുട്ടാ. God bless ശരി, you. ശരി. പോട്ടെ. ഓക്കേ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. എടാ ലാലേ, പറയുന്നതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. ഇതിപ്പോ കുറെ അനുഭവങ്ങളായി, നിനക്ക് അറിയാലോ. ഇനി എന്ത് പറയുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. നീ നിൽക്കുന്നതേ വെള്ളത്തിന്റെ നടക്ക. ആവശ്യമില്ലാത്തൊന്നും പറയാലോ, സൂക്ഷിച്ചോ. ആ ഞാൻ സൂക്ഷിച്ചോളാം, നിങ്ങൾ സൂക്ഷിച്ചാ മതിയേ. വേണ്ട. അയ്യോ പോവാൻ നേരത്ത് പണി വന്നിട്ട് പോയല്ലോടാ. വന്ന് കേറടാ. ഞാനും വരുന്നണ്ണാ. എന്നാ വരവ് പോയി പണി ഇവിടെ ഒട്ടിച്ച്. അല്ല കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. ബാംഗ്ലൂർ ആരാളുള്ള ഫ്രണ്ട്സാ? അതെ. അല്ല ഒരു കല്യാണാലോചനകളിൽ നിന്ന് ഒളിച്ചോട്ടവും പ്രേമവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല അല്ലടാ? അങ്ങനെ ഒരു ചുറ്റിക്കളിയില്ല മിച്ചു. അപ്പൊ ഇഷ്ടമൊന്നുമില്ലെന്നാണോ? ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൻ വരാ. അയ്യോ വണ്ടിയിലുണ്ട്. വണ്ടി വേഗം അങ്ങോട്ട് തിരിക്ക്. വണ്ടി ഒന്ന് വേഗം തിരിക്കണം. എന്ത് നോക്കിയിരിക്കും? കൊച്ചിയിലെ ഊടുവഴിക്ക് അമ്മാവന്മാരെ പഠിപ്പിക്കാം. പേടിക്കണ്ടാ. അടെ ഇവിടെ നേരെ പോയാലേ ബൈപ്പാസ് റോഡിൽ കയറും. അവിടെ പാലം പണി നടക്കുന്നുണ്ടേ. റിവേഴ്സ് വന്നാലേ പിന്നെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. നമ്മുടെ തോന്മാരുടെ കളി ചവിട്ടി വിടുന്നാണ്. ഇല്ലടാ, നിങ്ങൾ പേടിക്കണ്ട. ഇവിടുത്തെ വഴികൾ നമ്മള് കാണാപ്പറം പഠിച്ചു വെച്ചേക്കല്ലേ. ഈ ലെഫ്റ്റ് ആണോ? ആ ലെഫ്റ്റ് ആണോ? അതെ.
പറയുന്നുണ്ടോ? ഓക്കെ ഇല്ല 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 കിട്ടൂല നമ്മളെ. ഈശ്വര രക്ഷിച്ചു. ഈശ്വരനല്ല, ഞാനാ രക്ഷിച്ചേ. താങ്ക് യു. ടിക്കറ്റ് ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. അവിടെ എത്തിട്ടൊന്ന് വിളിക്കട്ടോ. ഞാൻ പോട്ടെ. ശരി. ഗോപി, ഒരു കാര്യം മറന്നു. എന്താ? അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. അല്ല, എന്റെ ഈ ഒളിച്ചോടലൊക്കെ വെറുതെ ആവോ? ഞാൻ പോട്ടെ. എടാ വേഗമാ. എടാ ഷിബു വിളിച്ചിരുന്നു, സാമോടെ വന്നിട്ടുണ്ടെന്ന്. ആ വേഗം വണ്ടി എടു. ഏതിടാ? ആ നോക്കാൻ പോവാ. ഇവിടെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയോ? ഇതാ പൂട്ടിയിട്ടിരിക്കണോടാ. എപ്പോ വരാം. നോക്കടാ ശരിക്കും, ഒന്ന് വിളിച്ചു നോക്കിയേ. ഇതിപ്പാര മഹർഷിയാ. സ്വാമി ആ വീട്ടിലുള്ള ആളുടെ പോയി. ആ അവൻ ആ ശശിയുടെ ഓട്ടോയിൽ കയറി വടക്കോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ എടാ ഓത്രയും ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ? കുറച്ച് നേരത്തെ ഓട്ടോറിക്ഷക്കാരൻ എങ്ങോട്ടോ പോയി. ഓട്ടോറിക്ഷക്കാരൻ ഞാൻ അറിയില്ല. അതാ ആ ഓട്ടോറിക്ഷ. ശശിയെ നിക്ക്. എടാ നിക്ക്. എടാ നിക്ക് നിക്ക് നിക്ക്. വണ്ടി വിട്ടോ. എടാ ഈ മറ്റേ ഇവിടെയുള്ള ആ വീട്ടിലുള്ളവനെ കൊണ്ടുപോയി വിട്ടില്ലേ? അവിടേക്ക് വിട്ടു. ആ വീട്ടിലെ പോയി. ആ അത് ലോൺ തന്നെ. ഇവിടെ ചേട്ടാ. ഇങ്ങോട്ട് പോവും. ഇവിടേക്ക് ഐസൊക്കെ പിന്നെ കൊടുക്കണം. ചേട്ടാ എത്ര ചേട്ടാ? തന്നേക്ക്. എടാ നീ ഇവിടെ നിക്കട്ടാ. ഇവിടെ എവിടെ? നിന്നെ കാണാൻ വേണ്ടിട്ടാ ഞാനിവിടെ വരെ വന്നേ. ഒരു കാറ് വേണോ? ഏതാ ഈ കുഞ്ഞ്? ഇതെന്റെ മോനാ. നിങ്ങളെന്ന് അറിയിക്കാൻ പറ്റില്ല. ചേട്ടാ ഈ കാർ എന്താ വില? 100 രൂപ. എടാ എനിക്കറിയാം ഞാൻ ചെയ്തത് നിനക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ നിവൃത്തിയോടുകൊണ്ടളിയാ. നിനക്ക് മാത്രമാണല്ലോ ഈ നിവർത്തിയോടൊക്കെ. നീ കാരണം ഞാനും എൻ്റെ അച്ഛനും അനുഭവിച്ചത്. സാമേ, ഈ മാല എങ്ങനെയുണ്ട്? ഇവൻ ഉറങ്ങിയോ? ഇല്ല, ഒരു കാറ് ചോദിച്ചു, അത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് ഗോപി. നാട്ടിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ആണോ? വിശക്കുന്നെന്ന് തോന്നണം, വല്ലതും കൊടുക്കുക. ഓ വാടകുട്ട. നിനക്ക് അവളുടെയും കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ എന്ത് വേണേലും ചെയ്യാം. തല്ല, നാണം കെടുത്താം. അത്രയ്ക്കും വലിയ തെറ്റാ നിന്നോട് ഞാൻ ചെയ്തത്. ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ട ഇവനാള് ഒന്ന് കൊടുക്കടോ. വേണ്ട, വിട്ടേക്ക്. ഇവനെപ്പം തന്നെ പൊക്കിക്കടോ, ഇല്ലേ നഷ്ടപ്പെടുന്ന എൻ്റെ ജീവിതമായിരിക്കും. എടാ നീ ഇവനോട് ചെയ്തത് എന്താണെന്നറിയാവോ? നിന്നെന്ത് ചെയ്യണമെന്ന് അറിയാനിട്ടല്ല, പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റാത്തോണ്ടാ. തല്ലടോ ഒരു ഒറ്റ. വേണ്ടേ? നീ എന്താ പറഞ്ഞേ? ഓന്റെ ചായ വേണ്ട വേണ്ട. ഓ ഇപ്പൊ നമ്മളൊക്കെ അറിയാം, നമുക്ക് പോവാടാ. ഈ മെനക്കെട്ട ഞാനൊക്കെ ഇപ്പൊ ഒന്നിനും പറ്റാത്ത ഒരാളായില്ലേ? നീ വരുന്നവാ, നമുക്ക് പോവാം. ശരിക്കും അന്നെ തല്ലണ്ടേ ഇതിനൊക്കെ. എടാ ഇത്തവണ നീ തന്നെ ജയിച്ചല്ലേ, ജയിക്കും. എപ്പോഴും എപ്പോഴും നീ തന്നെ ജയിക്കും. ഭാര്യ കൊച്ച് അവരെ കുറിച്ചൊക്കെ നേരത്തെ ആലോചിക്കായിരുന്നു. ഒരു വലിയ കുടുംബസ്നേഹി. എന്റെ ഭാര്യ അറിയട്ടെ അവന്റെ തലയില്ലാത്ത കളി. എടാ അവരെന്ത് തെറ്റിട്ടാ? നിങ്ങൾ ആ കൊച്ചിന്റെ മോൻ കണ്ടല്ലേ? അയ്യോ എൻ്റെ ഒരു കുട്ടിയും പറയിപ്പിക്കട്ടെ. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലടോ. അപ്പൊ അമ്പത് പോവാ ഓനില്ലാത്ത ചൂടുമ്പക്ക് എന്തിനാ? വെച്ചു വെച്ചു കഴിക്കേ. എന്തിനാ എന്താ കരച്ചിലാണോ? അച്ഛൻ വന്നല്ലോ. എന്തായി ഫേഷ്യലൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഒന്നും പറയണ്ട, അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു.
ഞാൻ വരുന്നത് നോക്കിയിരിക്കാതെ ഇവള് കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചൊരു ഷോപ്പിങ്ങിന് പോയല്ലേ? സാമങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടിയും കിട്ടി അവൻ അതുകൊണ്ട്. എന്തിനാടാ വെറുതെ? ഇതൊക്കെ രസമല്ലടാ. നിന്നെ ഫ്രണ്ട്സിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം കുടുംബം പോലെയാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ പഞ്ചാര അടിച്ചിരിക്കേ, ഞാൻ പോട്ടെ. ഓക്കേടാ. ഈ സാം വെറും പാവാ അല്ലേ? ബാബുട്ടാ ഞങ്ങൾ അന്വേഷിച്ച് പോലീസ് വന്നെന്ന് പറഞ്ഞു. എടാ നിങ്ങൾ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. എന്തിന്? എന്താടാ കാര്യം? അതൊന്നും അവരോട് ചോദിച്ചില്ലേ? അയ്യേ, പോലീസുകാരോടൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? അവര് മനുഷ്യരില്ലയോ? ചുമ്മാ വക്കീലന്മാരെ പോലെ കുത്തി കുത്തി ചോദിക്കാൻ. പോലീസ് സ്റ്റേഷനിലേക്ക്. എടാ നിന്റെ ഒപ്പം കൂടിയ ശേഷം എനിക്ക് പണിയാ. ആ ഫോൺ എന്താ ശിബുരിന്ന് വിളിക്കട്ടെ. തരൂനെ ആ കുട്ടീനെ അറിയാം, പക്ഷേ സാറേ തരൂരും മിഷനും ജസ്റ്റ് പരിചയമുണ്ടെന്നുള്ളൂ. അത്ര ഉറപ്പിച്ചങ്ങ് പറയല്ലേ. നിങ്ങൾ അവരെ തട്ടിക്കൊണ്ടുപോയത് കണ്ടവരോട് പരാതി തട്ടിക്കൊണ്ടുപോയി, അതും അവരുടെ അമ്മാവനും ആങ്ങളമാരും. വെറുതെ കംപ്ലൈന്റ് ഒന്നല്ല, അവരെ കൊണ്ടുപോയ വണ്ടി നമ്പർ അടക്കം. അവരുടെ തലയ്ക്കെന്താ ഓളമാ? അത് പറയാൻ പറ്റില്ല, ചിലപ്പോ ഒരു വേറെ ആരെങ്കിലാണ് കണ്ടുവച്ചാലോ. ഓ, അപ്പൊ അത്ര പെട്ടെന്ന് സമ്മതിച്ചിരുന്ന കൂട്ടത്തിലല്ല, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എടാ തരു 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു നിന്നോട് സോറി പറയാൻ, നീ എടുത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പോയി അവളുടെ അപ്പനോട് പറ. അവിടെ ചോദിക്കും. അവിടെ ചേട്ടാ ഈ കുന്നൽ പിടിക്കുന്ന നേരെ നേരെ തന്നെ പോയാ. നേരെ 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 പോണോ? നേരെ തന്നെ പോയാ. അവിടെ കാണൂടാ. നോക്കടാ. ഇനി എവിടെ ചെന്നിട്ട് അവനെ കണ്ടുപിടിക്കാം. ശരിയാക്കടാ. എന്താണ്? എന്താ പരിപാടി? കല്യാണം വല്ലതും ആയോ? ഇല്ല ബാബുട്ടാ. ബർത്ത്ഡേ ആയിരിക്കും അല്ലേ? എടുക്ക്. താങ്ക് യു. ഗോപി, ഞാൻ സോറി ഗോപി, ഞാൻ അത്രയും വേദനിപ്പിച്ചു. ഐ എം റിയലി സോറി. പ്ലീസ് ഗോപി, ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അന്ന് താൻ എന്നോട് പറഞ്ഞ ഞാൻ തിരിച്ച് തന്നോട് പറഞ്ഞ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ എൻ്റെ മാനസിക നിങ്ങളെയൊക്കെ മാനസികാവസ്ഥ മാറുന്നതനുസരിച്ച് ഓരോന്ന് മാറ്റി പറഞ്ഞ ഞാനെന്ത് തന്റെ കളിക്കൂട്ടായിരുന്നോ? അതെന്റെ മിസ്റ്റേക്ക് തന്നെയാ. അന്ന് ആ ഇന്റർവ്യൂവിന് പാസ്സായ എല്ലാവരും ചീറ്റ് ചെയ്യപ്പെട്ടു. എല്ലാവരുടെയും കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയും വാങ്ങി അവർ മുങ്ങി. അതിൽ ഞാൻ പെടാറുന്നത് നിങ്ങൾ കാരണോ? എന്നാൽ താനൊരു കാര്യം ചെയ്യും, ഒരു വീടുണ്ടാക്കിയിട്ടേ അതിൽ ഞങ്ങളൊക്കെ കയറ്റി താമസിപ്പിക്കും. എന്നിട്ട് അതിലൊരു ബോർഡും വെക്കും, ഈ വീടിന്റെ ഐശ്വര്യം ഞങ്ങളാന്ന് പറഞ്ഞിട്ട്. ഒന്ന് വെറുതെ ഇരിയടാ. എടാ നിനക്കൊക്കെ ഇനി ഇവളുടെ വായിന്ന് കേൾക്കണോ? ഗോപി പ്ലീസ്. ഇത് ഹിമ, നിങ്ങൾ അന്വേഷിക്കുന്ന ഹിമ അലക്സ്. ഗോപിക്ക് ഇപ്പൊ എന്തിനേക്കാളും പ്രധാനം സാമിന്റെ നമ്പർ അല്ലേ? തരു അന്ന് തന്നെ എന്നോടെല്ലാം വിളിച്ചു പറഞ്ഞായിരുന്നു. ദാ ആളുടെ നമ്പർ ഇതിലുണ്ട്. എടാ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇവന്റെ നമ്പറിൽ വിളിച്ചാൽ അവൻ എടുക്കണമെന്നില്ല, താൻ തന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാണ്, താനൊന്ന് വിളിച്ചു നോക്ക്. അല്ല ഞാൻ അത് മതി. നീ വിളിച്ച എന്തായാലും അയാൾ ഫോൺ എടുക്കാതിരിക്കില്ല. നീ വിളിച്ച എവിടെയാന്ന് ചോദിക്ക. വിളിക്കേ. റിങ് ചെയ്യുന്നുണ്ട്. ഹിമ. ഹലോ ഹിമ, വാട്ട് എ സർപ്രൈസ്. ഇത്രയും നാൾ എവിടെയായിരുന്നു? അതൊക്കെ നേരിട്ട് പറയാം. സാം ഇപ്പൊ എവിടെയാ? എപ്പോഴാ ഒന്ന് കാണാൻ പറ്റാ? ഞാനിപ്പോ സ്ഥലത്തില്ല. 2 ദിവസം കഴിഞ്ഞ് കൊച്ചിയിലെത്തും. അത് കുഴപ്പമില്ല, എത്തിക്കഴിഞ്ഞ ഉടനെ ഹിമാനെ വിളിക്കാം. പിന്നെ ഈ അടുപ്പുള്ളവർ അകന്നിരിക്കുമ്പോഴുള്ള വേദന ശരിക്കും ഞാൻ അനുഭവിച്ചു. സാം കൊച്ചിയിൽ എവിടെ താമസം? അഡ്രസ് തരാലോ, നീ നോട്ട് ചെയ്തോ. 7th ക്രോസ് റോഡ്, പനമ്പള്ളി നഗർ. പനമ്പള്ളി നഗറിലല്ലേ? ഓക്കെ 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 ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. എവിടെയാന്ന് പറഞ്ഞു? പനമ്പള്ളി നഗറിലാന്നാ പറഞ്ഞ. നമ്മുടെ അടുത്തുള്ള സ്ഥലം. താങ്ക് യു മാത്രം പോരാ, നല്ലൊരു ട്രീറ്റും വേണം. അതെ അതെ. ഇവിടെ ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു പ്രശ്നമില്ല. ഇതെന്താണോ വായിക്കാൻ? അപ്പൊ വായിക്കാനും അറിയില്ല? വായിക്കാറിയിട്ടില്ല, ഇത് മലയാളം ഇപ്പോയി. 7th ക്രോസ് റോഡ്, പനമ്പള്ളി നഗർ. ഇതാ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ മര്യാദ പറഞ്ഞാൽ പോരുന്നു. ഏത് ബസ് സ്റ്റാൻഡ്? സംഭവം എനിക്ക് അറിയുന്ന സ്ഥലമൊക്കെ തന്നെയാ, പക്ഷെ എന്താ വെച്ചാല് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടി വരും. അതിന് പ്രശ്നമൊന്നുമില്ല.
നിങ്ങൾക്ക് നമ്മളെ കുണ്ടന്മാരുണ്ട്. കണ്ടന്മാരല്ല കുണ്ടന്മാര്. ഇവന് അല്ലാത്തൊരു പരിചയമൊന്നുമില്ല, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് പോയാലോ? എൻ്റെ അമ്മായിയമ്മൻ ആസ്പത്രിയിൽ പോയി നോക്കുന്ന പരിപാടിയല്ല. അല്ല ഞാനൊന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടി എന്തായി? അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം, നോക്കുന്നുണ്ട്. ഞാൻ അണക്കൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട്, അല്ലാതെ എനിക്ക് അതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. എന്നാ മച്ചാ പരിപാടിയൊക്കെ നമ്മൾ വേറെ പരിപാടി. അല്ല ഞാൻ വേറെ കുണ്ടന്മാരെ ഏൽപ്പിച്ചോളാം, അത് പ്രശ്നമൊന്നുമില്ല. എന്തിനാ ഇവനെ നോക്കിന്? ഇവനാ എൻ്റെ ഹെഡ്മാഷ്. ഞാൻ വിട്ട പരിപാടി ഇതാണ് സ്ഥലം. ശരിക്കും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ മതിലേ അടിയിട്ട് വേണം. അതിപ്പോ ഗേറ്റ് തുറന്നെടുക്കല്ലേ? അല്ലടോ, ഈ അഡ്രസ് തന്നെയല്ലേ? ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വരുമ്പോൾ കറക്റ്റ് കഴിക്കണം. ഇത് തന്നെ അഡ്രസ്. വാ, ശരിയല്ല അറിയാം. ചെല്ലും പറയത് സത്യം പറയല്ലേ സാമ്? പിന്നെ ആരാണ് സാമ്? എനിക്കെന്താ സത്യം പറ? എത്ര നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ അല്ലേ? എന്നാ പിന്നെ നേരത്തെ പറയണ്ടോ? അതിന് നിങ്ങൾ ചോദിച്ചോ എന്നോട്? ഓ ചോദിച്ചില്ലേ? അതിന്റെ തെറ്റ്. പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. ഇങ്ങനെ ചോദിച്ചാലേ ഇവരൊക്കെ പറയുള്ളൂ. അതാ ഞാൻ അടുത്ത സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. ജീവൻ പോയി. ഇങ്ങനെ കണ്ടവൻ ആൾക്കാരുടെ അടുത്ത് വരലുണ്ട്. സാമേട്ടാ ഞങ്ങളെ കൊലക്കൊടുക്കാൻ ഞാൻ ഓടിയോ നിങ്ങൾ വിട്ടുകൊള്ളാതെ രക്ഷപ്പെട്ടു. എവിടത്തെ കുണ്ടിയാടാ ഇവർക്ക്? എവിടെ ആ തള്ളക്ക് ഭ്രാന്താന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. പിന്നെ നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ ഓടിയേ. പിന്നെ മറ്റേ സ്ഥലത്ത് നിങ്ങൾ രണ്ടാളും വരണ്ടേ? ഞാൻ ഒറ്റ ശരിയല്ല. ഞാനാണ് ഫൈറ്റ് ചെയ്ത് എടാ അത് ശരിയാവില്ല. അതെന്താ ശരിയാവേ? അത് മതി. പോയിട്ട് വരട്ടെ. വേട്ടെ ഇവിടുന്ന് കിട്ടൂലേക്ക്. സാമേട്ടാ സാർ വരൂ സാർ, അകത്തേക്ക് വരൂ. എന്താ ഇവിടെ സാം എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഇല്ല. ഒരു മാസം കഴിഞ്ഞിട്ട് വരും. അയ്യോ, സാറ് കയറി വരൂ, ഇരിക്കും. അത്ര ലുക്കാണോ? സാർ ചായ എടുക്കട്ടെ? എന്താ സാർ, ഹോട്ടലാണോ? അല്ല, വീടാ സാർ. ഇടയ്ക്കിടയ്ക്ക് ചായ വേണോ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച ഹോട്ടലാണ്. സാറിനെ പോലെ സാധാരണ മാന്യന്മാരും അവനെ തിരക്ക് വരാറില്ല. അതാ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചത്. വേണ്ട വേണ്ട. അല്ല ഇനി എപ്പോഴാണ് അയാൾ വരിക? അറിയില്ല സാർ. അപ്പോൾ അയാൾ വരികയാണെങ്കിൽ ഒന്നിൻ്റെ ഈ നമ്പറിൽ വിളിക്കണം. ആയിക്കോട്ടെ. അപ്പോ വലിയ സന്തോഷമായി. കാലത്ത് ഇങ്ങനത്തെ ഒരാളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ശരി ശരി. നല്ലൊരു മോൻ. സാറേ എന്താ കാര്യം? പിന്നെ സാറ് അത് വലിയ സംഭവമൊന്നുമില്ല. അവനെ കയ്യും കാലം വെട്ടാനാ. ആണോ? അവൻ അങ്ങനെ തന്നെ വേണം. കുറെ കാലമായി ഞാനും ആഗ്രഹിക്കണം. ചേട്ടാ കിട്ടിയപ്പോ തന്നെ വിളിക്കാട്ടാ. എന്നാ ശരി, കാണാം. എന്തായി ആളെ കണ്ട? അവിടെ ഓനില്ലടോ. ഒരു മാസമായിട്ട് ഇവിടെ ഇല്ല. ഇവിടെ ഒരു പാവം ചെക്കനല്ലോ. ഓനോട് ചായക്ക് വേണം ചോദിച്ചു. ഇയാളെ കൊണ്ടൊന്നും നടക്കില്ല കേട്ടോ. നോക്ക്, ഇവന്റെ ആദ്യം മുതൽ എനിക്ക് ഇവന്റെ വർത്താനം ഇഷ്ടപ്പെടില്ല. പറഞ്ഞിരിക്കാം, ഞാൻ എൻ്റെ പാട്ടിനായിട്ട് പോവും. ഗോപി, ഗോപിക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലാന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. അതല്ല, ഗോപിയുടെ മുഖത്ത് അതുണ്ട്. സാരല്ല, പെട്ടെന്ന് എന്നോട് ക്ഷമിക്കണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇന്ന് ഞങ്ങൾ നടത്തുന്ന ഒരു സൂഫി നൈറ്റ് ഉണ്ട്. ഗോപി വരുമോ? അല്ല ഞാൻ പ്രതീക്ഷിക്കും. അല്ലടാ, എടാ മനുഷ്യനായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ വകതിരിവ് വേണം. നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളൊക്കെ നിന്റെ അച്ഛനല്ലടാ അനുഭവിക്കുന്നത്. നീ ഇവിടെ ഡാൻസും പാട്ടും പാകൂത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. എടാ മിച്ചു, നീ കരുതുന്ന പോലെ ഒന്നും ഇല്ലടാ. എന്തില്ലെന്ന്? എടാ നിന്റെ അപ്പം പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത ഡേറ്റിനെ ഇനി 2 ആഴ്ച കൂടെ ഉള്ളൂ, അറിയാവോ? അത് നീ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, നീ കേട്ടല്ലോ. അല്ലാണ്ട് ഇപ്പൊ ഞാനെന്ത് ചെയ്യാനടാ? അവര് പറയുന്നത്രയും കാശ് കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എടാ അല്ലാണ്ട് അവർ 1 ഇഞ്ച് പുറകോട്ട് പോയില്ലെന്ന് അറിഞ്ഞ്. അവരുടെ ഡിമാൻഡ് എത്രയാന്ന് നിനക്കറിയോ? എത്ര? എന്റെ ബിച്ചു, അത് 1000-ന്റെയും 10,000-ന്റെയും കേസല്ല, ലക്ഷങ്ങളാ. ആ റൂട്ട് നമ്മൾ നോക്കുക വേണ്ട. ഈ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 7 ലക്ഷം എന്നാ പറഞ്ഞ. ഒരു പെണ്ണിന്റെ അഭിമാനത്തിന് ലക്ഷങ്ങൾ മുടിഞ്ഞാച്ചണ്ട. ഇതിൽ നിന്ന് എങ്ങനെ ഉരുപ്പുര നീ തന്നെ ഒരു വഴി കാണിച്ചടാ. പിന്നെ ഞാനെങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് എന്റെ ലക്ഷങ്ങൾ. ആരാ തരുവോ? ആ വഴി കൊള്ളാം, ബെസ്റ്റ്. എടുക്ക് അണ്ണാ. വാ. ഹലോ അണ്ണാ. തരൂ. ഒതുക്കി വെക്കണേ.